നമസ്കാരം. ഇപ്പോൾ എല്ലായിടത്തും സംഘർഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ കാരണമായി മാറുന്നത് ഇസ്രായേൽ ആകുമ്പോൾ ഇപ്പോൾ ഒരുപാട് മേഖലയിൽ സംഘർഷം തുറന്നതിനിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ വൻ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഗസയിലെത്തിയ ഇസ്രായേലിനെ കുറിച്ചാണ് ഈ വാർത്തകൾ പറയുന്നത്. ഏതാനും മാസങ്ങൾക്കിടെ തന്നെ 500-ലേറെ സൈനികർ IDF സേവനം ഉപേക്ഷിച്ചതായി തന്നെ ഹീബ്രു മാധ്യമമായ ഇസ്രായേൽ ഹായോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേജർ പദവിയിലുള്ള സൈനികരാണ് ഇവരെല്ലാവരും എന്നാണ് സൂചിപ്പിക്കുന്നത്. 2024 മധ്യത്തിൽ ഗസയിലും ലബനാനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടയിലാണ് ഉയർന്ന റാങ്കിലുള്ള സൈനികർ വൻതോതിൽ സൈനിക സേവനം ഉപേക്ഷിച്ചത്. അവർക്കിതൊന്നും കാണാനാകില്ല, അവർക്ക് ഈ വെറുപ്പൊന്നും സഹിക്കാനാകില്ല, അവർക്കത് ഒട്ടും പറ്റുന്നില്ല. 2022 613 മേജർമാരാണുള്ളത്. IDF വിട്ടതും അവരാണ്. 2023 ഒക്ടോബറിൽ ഗസയിൽ ആക്രമണം ആരംഭിച്ച ശേഷം കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞിരുന്നുവെന്ന് പറയാം. എന്നാൽ യുദ്ധമാസങ്ങൾ നീണ്ടതോടെ തന്നെ സൈനിക സേവനം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. 2025 ഇതിലും കൂടുതൽ പേർ സൈന്യം വിടുമെന്നാണ് പറയുന്നത്. ഇസ്രായേൽ ഹായും സൂചിപ്പിച്ചതും അത് തന്നെയാണ്. മാസങ്ങളായ യുദ്ധഭൂമിയിൽ തന്നെ കഴിയുന്നതിലും മാനസിക സംഘർഷവും ശാരീരിക യാതനകളുമാണ് സൈനികരുടെ കൊഴിഞ്ഞുപോക്കിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്നാൽ റിസർവ് സൈനികർ പോലും അംഗീകരിക്കുന്ന ആകർഷകമായ സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇവരുടെ കുടുംബങ്ങൾക്കും സർക്കാർ പ്രത്യേക സഹായങ്ങളും സേവനങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ സ്ഥിര അംഗങ്ങൾക്ക് നിർണിതമായ ശമ്പളം മാത്രമാണ് യുദ്ധകാലത്ത് ലഭിക്കുന്നതെന്ന് IDF വിട്ട സൈനികർ തന്നെ പറയുന്നുണ്ട്. സമാധാന സാഹചര്യങ്ങളിലാണ് റിസർവ് അംഗങ്ങളും സ്ഥിര അംഗങ്ങളും തന്നെ സൈനിക സേവനത്തിലുള്ളത്. സ്ഥിരം സൈനികർക്ക് കൂടുതൽ സമയം കൂടുതൽ യുദ്ധ മേഖലകളിലും പണിയെടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ റിസർവുകൾ ബോണസുകൾ അടക്കം 50,000 ഷെൽ അവർ ലക്ഷ്യങ്ങൾ തന്നെ ഇടുന്നുണ്ട്. അത് ലഭിക്കുമ്പോഴും IDF സ്ഥിരാംഗങ്ങളുടെ ശമ്പളത്തിന് കാര്യമായ മാറ്റവുമില്ല. അർഹിക്കുന്ന ആനുകൂല്യങ്ങളും നഷ്ടപരിഹാര തുകയും ലഭിക്കുന്നതല്ലെന്ന് ഇവർ പരാതിയിൽ പറയുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്റെ മകനൊപ്പം റിസർവ് സൈനികരുടെ കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവർക്ക് സ്കൂളിന്റെ പ്രത്യേക അംഗീകാരങ്ങളും സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ സൈന്യത്തിന്റെ സ്ഥിര അംഗമായ എന്റെ മകൻ ഇതൊന്നുമില്ല. ഞാൻ ഗസയിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണിത്. ഇത് എന്റെ മകൻ എങ്ങനെ ഉൾക്കൊള്ളാനാകും? ഒരു സൈനികൻ കമാൻഡർ ഇസ്രായേൽ പറഞ്ഞതാണ്. ഇസ്രായേൽ ഹാമിയോട് പറഞ്ഞ വ്യക്തകളാണിത്. ഇവർ ലബനാനിലും ഗസയിലും സൈനിക നടപടികൾക്ക് പുറമെ ഇറാനിൽ നിന്നും ഭീഷണികളും ഹൂതികൾക്ക് നിന്നും ഭീഷണി നേരിടുമ്പോഴും IDF സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. IDF വിട്ടുപോകുന്നതിന് പുറമെ പുതിയ റിക്രൂട്ട്മെന്റ് പ്രതിസന്ധി നിലനിൽക്കുന്നതിന് ജൂനിയർ ഓഫീസർമാർക്ക് പുറമെ കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവർ തന്നെ മുതിർന്ന സൈനികരും വിവേചനം ചോദ്യം രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. പ്രതിസന്ധി മറികടക്കാൻ IDF പരിഹാര നടപടികൾ തുടരുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഫലപ്രദമല്ലെന്ന് ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പരസ്യമായി പ്രഖ്യാപിക്കാതെ തന്നെ കമാൻഡർമാർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയും വിരമിക്കൽ കാലാവധി നീട്ടുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ കൂട്ടക്കൊഴിച്ചിൽ തടയാൻ ഈ മതിയാകില്ല എന്നും വിലയിരുത്തലുണ്ട്. വിദഗ്ധരും പരിചയസമ്പന്നരുമായ സൈനികരെയാണ് IDFന് നഷ്ടപ്പെടുന്നത്. ഇത് സേനാ നേതൃത്വത്തിൽ വലിയ ശൂന്യത സൃഷ്ടിക്കും. ഇത് അതിവിദൂരമല്ല എന്നും ഭാവിയിൽ സൈന്യത്തിന്റെ കാര്യക്ഷമമായി തന്നെ ഇത് ബാധിക്കുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും പറയുന്നു. തെക്കൻ ഗസയിലെ സുരക്ഷിത മേഖലയിൽ തന്നെ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. അൽ മവാസിയിലെ സുരക്ഷിത മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 7 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇതോടെ കഴിഞ്ഞ 24 മണിക്കൂറിന്റെ മരിച്ചവരുടെ എണ്ണം 50 ആക്രമണങ്ങളെ അപലപിച്ച് ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് ലസാരിനി രംഗത്തെത്തിയിരുന്നു.